നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വിഷയം ഒരു പൊതുവിഷയമാണ്. ഇന്നും സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലൊക്കെ കണ്ടു യുവതികൾ ആത്മഹത്യ ചെയ്ത്, വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത്, കൊലപാതകങ്ങളുടെ പരമ്പരകൾ. എന്താ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? നമ്മുടെ യുവതലമുറ ഇത്രയും പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു മനസ്സിൻ്റെ ഉടമകളായി തീർന്നു പോയത് എന്തുകൊണ്ടാണ്? സമൂഹത്തിന് വലിയൊരു കുറ്റമുണ്ട്. വ്യക്തികളെ വാർത്തെടുക്കുന്ന കലാലയങ്ങളിൽ വന്ന അപച്യുതികൾ അതിനൊരു പ്രധാന കാരണമാണ്. മൂല്യമുള്ളതും മൂല്യമില്ലാത്തതും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു തലമുറ മൂല്യച്യുതിയിലേക്ക് കൂപ്പുകുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ എല്ലാ സംഭവ വികാസങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. സൂയിസൈഡ് ഓരോ ദിവസവും കൗമാരപ്രായക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളിലും പെട്ടതായിരിക്കുന്ന എല്ലാവരും, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, നിസ്സാര കാര്യത്തിന് പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ ആയിക്കോട്ടെ, നമ്മുടെ ജീവൻ അങ്ങനെ, വിലപ്പെട്ട ജീവൻ അങ്ങനെ വലിച്ചെറിയാനുള്ളതാണ്. ഒരു മാതാവും പിതാവും ഒരു കുഞ്ഞിനെ ഒരു 10, 15, 16, 17, 18, 20 വയസ്സ് വരെ അവരെ വളർത്തുന്ന സാഹചര്യങ്ങൾ, അതിനുവേണ്ടി സഹിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ, അവരുടെ പ്രതീക്ഷകൾ എല്ലാം തിരസ്കരിച്ചുകൊണ്ട് ഒറ്റയടിക്ക് നമ്മൾ തീരുമാനിക്കുന്നു, ഞാൻ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന്. അതിന് നിങ്ങൾ ജീവിച്ചിട്ടില്ലല്ലോ അവസാനിപ്പിക്കാൻ. അതിന് നിദാനമായ കാരണം എന്തോ ആയിക്കോട്ടെ, അതൊന്നും നിങ്ങളെ അവസാനിപ്പിക്കാൻ മാത്രം ശേഷിയുള്ളതല്ല. നിങ്ങളെ അവസാനിപ്പിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു സംഗതി നിങ്ങളുടെ മനസ്സ് മാത്രമാണ്. നിങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധിയെ മറികടക്കാൻ മാനസികമായി നിങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ സ്വയം ആത്മഹത്യയിലേക്ക് പോകാനുള്ള പ്രവണത പ്രകടിപ്പിക്കുന്നത്. നിങ്ങളുടെ മനസ്സിന് എന്താണ് പറ്റിയത്? നമുക്ക് ജീവിക്കാൻ ആരുടെയെങ്കിലുമൊക്കെ പിന്തുണ വേണമോ? യഥാർത്ഥത്തിൽ കുറേ സമൂഹത്തിലെ കുറേ ആളുകൾ നമ്മളെപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, പോയെത്തിക്കൊണ്ടിരിക്കണം, അവരുടെ പിന്തുണ തന്നുകൊണ്ടിരിക്കണം എന്നൊന്നും വിചാരിച്ച് ഒരു കാരണവശാലും നമ്മൾ ജീവിക്കാൻ പാടില്ല. നമ്മൾ ഭൂമിയിലോട്ട് വന്നത് ഒറ്റയ്ക്കാണ്, പോകുന്നതും മിക്കവാറും ഒറ്റയ്ക്ക് തന്നെയായിരിക്കും. അതിനിടയിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമല്ല. സമൂഹം പല മനസ്സുകളുടെ ഒരു സൃഷ്ടിയാണ്. പല മനസ്സുകളുടെ സൃഷ്ടിയുള്ള ഒരു സമൂഹത്തിൻ്റെ മേൽ ഒരു മനസ്സായി നിൽക്കാനുള്ളതായിരിക്കുന്ന മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ സ്വയം പരാജയപ്പെട്ടുകൊണ്ട് സമൂഹത്തിന് മുമ്പിലേക്ക് ഒരു സന്ദേശം കൊടുക്കുന്നു, ഞാൻ ഒന്നിനും കൊള്ളുകയില്ല എന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ച് സമൂഹ മനസ്സിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം അവരിൽ ചിരി പടർത്തുകയാണ്. നമ്മൾ പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ മുമ്പിൽ അവർക്കത് വലിയ സന്തോഷത്തിന് വക നൽകുകയാണ്. ഒരു നിമിഷം നിങ്ങൾ ഒന്ന് പുറകോട്ട് ചിന്തിക്കൂ. നിങ്ങളെ പെറ്റുപോറ്റി വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. വിഷയം എന്തോ ആയിക്കോട്ടെ, വഞ്ചനയോ ചതിയോ അവഗണനയോ നഷ്ടങ്ങളോ കഷ്ടങ്ങളോ ഒന്നും ശാശ്വതമല്ല. മാനവും അപമാനവും ശാശ്വതമല്ല. കാലത്തിന് വായിക്കാൻ പറ്റാത്തത് ഒന്നുമില്ല. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കൂ. സ്വയം തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് വിളിക്കൂ. എനിക്ക് നിങ്ങളുടെ ഒരു നയാ പൈസയും വേണ്ട, എനിക്കൊരു പ്രതിഫലവും വേണ്ട. നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന മാത്രം
ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ അസറ്റ്. വിഷയം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ കീറി മുറിക്കുന്ന പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഐ ആം ഓൾസോ വിത്ത് യു. നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ കഴിയുമെങ്കിൽ. നന്ദി, നമസ്കാരം.